സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, 2025 ജനുവരിയിൽ നീതി ആയോഗ് പുറത്തിറക്കിയ ധനകാര്യ ആരോഗ്യ സൂചികയിൽ ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ 1-ാം സ്ഥാനം നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഒഡീഷ 67.8 സ്കോറിൽ ഒഡീഷയാണ് നീതി ആയോഗ് പുറത്തിറക്കിയ ധനകാര്യ ആരോഗ്യ സൂചിക അല്ലെങ്കിൽ ഫിസ്ക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ 1-ാം സ്ഥാനം നേടിയ ഇന്ത്യൻ സംസ്ഥാനം. 2025 11-ാമത് അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ഏറ്റവും വലിയ യോഗ ഒത്തുചേരൽ നടക്കുകയും ഗിന്നസ് ലോക റെക്കോർഡ് നേടുകയും ചെയ്ത ഇന്ത്യൻ നഗരം ഏതാണ്? വിശാഖപട്ടണമാണ്. 3.02 ലക്ഷം പേരാണ് പങ്കെടുത്തത്. 2025 11-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം. അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 21. ഏറ്റവും വലിയ യോഗ ഒത്തുചേരൽ നടക്കുകയും ഗിന്നസ് ലോക റെക്കോർഡ് നേടുകയും ചെയ്ത ഇന്ത്യൻ നഗരം വിശാഖപട്ടണമാണ്. അടുത്ത ചോദ്യം, 2025 ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ തെരഞ്ഞെടുത്ത നഗരം റിയോ ഡി ജനീറോയാണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ് 2025 ലോക പുസ്തക തലസ്ഥാനമായിട്ട് യുനെസ്കോ തെരഞ്ഞെടുത്ത നഗരം. 2025 മാർച്ചിൽ നടന്ന 2-ാം ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച നഗരം ഏതാണ്? 2025 മാർച്ചിൽ നടന്ന 2-ാം ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച നഗരം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. 2025 ജനുവരിയിൽ തിരുവനന്തപുരത്ത് നടന്ന 63-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല ഏതാണ്? 2025 ജനുവരിയിൽ തിരുവനന്തപുരത്ത് നടന്ന 63-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയ ജില്ല തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ല 1008 പോയിന്റുകളാണ് നേടിയത്. തൃശ്ശൂർ ജില്ല 1008 പോയിന്റുകൾ. 2025 അന്തരിച്ച സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാക്കാൻ പ്രയത്നിച്ച സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തി ആരാണ്? KS മണിലാലാണ്. KS മണിലാൽ. 2025 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം. 2025 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. അവർ പവർ അവർ പ്ലാനറ്റ്. 2025 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം. ലോക ഭൗമ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 22. ലോക ഭൗമ ദിനം ഏപ്രിൽ 22. 2025 മാർച്ചിൽ 97-ാമത് ഓസ്കർ പുരസ്കാര വേദിയിൽ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടിയ നടനാരാണ്? 97-ാമത് ഓസ്കർ പുരസ്കാര വേദിയിൽ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടിയത് കീരൻ കുൽക്കിനാണ്. കീരൻ കുൽക്കിൻ. എ റിയൽ പെയിൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. കീരൻ കുൽക്കിൻ. എ റിയൽ പെയിൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 2025 ജനുവരിയിൽ നടന്ന 18-ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി എവിടെയായിരുന്നു? 2025 ജനുവരിയിൽ നടന്ന 18-ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ വേദി ഭുവനേശ്വർ. ഒഡീഷയിലെ ഭുവനേശ്വർ. 2025 ജനുവരിയിൽ പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങളിൽ പത്മവിഭൂഷൺ ലഭിച്ച മലയാള സാഹിത്യകാരൻ ആരാണ്? 2025 ജനുവരിയിൽ പ്രഖ്യാപിച്ച പത്മ പുരസ്കാരങ്ങളിൽ പത്മവിഭൂഷൺ ലഭിച്ച മലയാള സാഹിത്യകാരൻ MT വാസുദേവൻ നായർ. മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം ലഭിച്ചത്. MT വാസുദേവൻ നായർ. 2025-26 അധ്യയന വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി നിർവഹിച്ച സ്കൂൾ ഏതാണ്? ഗവൺമെന്റ് HSS കലവൂർ. ആലപ്പുഴയില് ഗവൺമെന്റ് HSS കലവൂർ. 2025 മൈസ് ടൂറിസം മീറ്റിംഗ്സ്, ഇൻസെന്റീവ്സ്, കോൺഫറൻസസ്, എക്സിബിഷൻസ് മെച്ചപ്പെടുത്തുന്നതിനും സഞ്ചാരികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിനുമായി കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? 2025 മൈസ് ടൂറിസം മെച്ചപ്പെടുത്തുന്നതിനും സഞ്ചാരികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിനുമായി കേരള ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി
കെ ഹോംസ് ആണ്. കെ ഹോംസ് പദ്ധതിയുടെ പേര് കെ ഹോംസ്. 2025 ഫെബ്രുവരിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രഖ്യാപിച്ച സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? വെളിയന്നൂർ ഗ്രാമപഞ്ചായത്താണ്. കോട്ടയം ജില്ലയിലെ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്താണ് 2025 ഫെബ്രുവരിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രഖ്യാപിച്ച സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത്, കോട്ടയം ജില്ല. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. 2025 ലോക പരിസ്ഥിതി ദിന പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നതാണ്. പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക, എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത് ജൂൺ 5 ആണ്. ജൂൺ 5. 2024 48ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 48ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഫെമിനിച്ചി ഫാത്തിമയാണ്. സംവിധാനം ഫാസിൽ മുഹമ്മദ്. 2025 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം. 2025 ലോകാരോഗ്യ ദിന പ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷയുള്ള ഭാവികൾ എന്നാണ് 2025 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം. ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 7. 2025 ജൂൺ 19 മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥി ആരാണ്? 2025 ജൂൺ 19 മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ്. ആര്യാടൻ ഷൗക്കത്ത്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായിട്ട് 2025 ജൂൺ 18 ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോയുടെ പേര്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികൾക്കായിട്ട് 2025 ജൂൺ 18 ആരംഭിച്ച ഇന്റർനെറ്റ് റേഡിയോയുടെ പേരാണ് റേഡിയോ നെല്ലിക്ക. റേഡിയോ നെല്ലിക്ക. 2025 ജൂൺ 26 തൃശ്ശൂരിൽ പ്രഖ്യാപിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡുകളിൽ മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 ജൂൺ 26 തൃശ്ശൂരിൽ പ്രഖ്യാപിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡുകളിൽ മികച്ച കവിതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് അനിത തമ്പിക്കാണ്. അനിത തമ്പി. മുരിങ്ങ വാഴ കറിവേപ്പ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അനിത തമ്പി കവിതാ സമാഹാരത്തിന്റെ പേര് മുരിങ്ങ വാഴ കറിവേപ്പ്. 2025 ജൂണിൽ അറബിക്കടലിൽ സൈനികാഭ്യാസം നടത്തുന്നതിനിടെ ഇന്ധനം കുറഞ്ഞതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം ഏതാണ്? ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35. 2025 മെയ് 4 അന്തരിച്ച കേരളത്തിൽ നിന്നുള്ള സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ അംബാസിഡർ എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ആരാണ്? 2025 മെയ് 4 അന്തരിച്ചു കേരളത്തിൽ നിന്നുള്ള സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ അംബാസിഡർ എന്നറിയപ്പെട്ടിരുന്നത് KV റാബിയയാണ്. KV റാബിയ. ലോക ജന്തുജന്യ രോഗ ദിനം. ലോക ജന്തുജന്യ രോഗ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 6 ആണ്. ജൂലൈ 6. ആക്സിയം മിഷൻ 4 വിക്ഷേപിച്ച തീയതി. ആക്സിയം മിഷൻ 4 വിക്ഷേപിച്ച തീയതി 2025 ജൂൺ 25 ആണ്. 2025 ജൂൺ 25. 2025 G7 ഉച്ചകോടി എവിടെയാണ്? G7 ഉച്ചകോടി 2025 കാനഡ. ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ന്യൂയോർക്ക് ടൈംസിന്റെ ഈ നൂറ്റാണ്ടിലെ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പാരസൈറ്റ് ആണ്. കൊറിയൻ ചിത്രമാണ്. ബോങ് ജൂൺ ഹോ ആണ് സംവിധാനം ചെയ്തത്. പാരസൈറ്റ്. ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. ഇരവികുളം ദേശീയോദ്യാനത്തോടൊപ്പം ജമ്മു കാശ്മീരിലെ ഡച്ചിങ്ക ദേശീയോദ്യാനവും ഇന്ത്യയിലെ മികച്ച ദേശീയോദ്യാനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇരവികുളം ദേശീയോദ്യാനം, ജമ്മു കാശ്മീരിലെ ഡച്ചിങ്ക ദേശീയോദ്യാനം. മാലിന്യം നീക്കാൻ ഹരിത കർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈസിക്കിൾ ആണ് ഹരിതവാഹിനി. മാലിന്യം നീക്കാൻ ഹരിത കർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈസിക്കിളിന്റെ പേരാണ് ഹരിതവാഹിനി.
ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ജില്ല. ഇന്ത്യയിലെ അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ജില്ലയാണ് കോട്ടയം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയുടെ പേര്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്നാണ്. ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ. 2025 ഹോൾബർഗ് പുരസ്കാര ജേതാവ്. 2025 ഹോൾബർഗ് പുരസ്കാര ജേതാവ് ഗായത്രി ചക്രവർത്തി സ്പിവാക്കാണ്. ഗായത്രി ചക്രവർത്തി സ്പിവാക്ക്. 2025 ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയാണ്. 2025 ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇനി മുതൽ ബയോട്ടിക്കുകൾ ഏത് നിറമുള്ള കവറിൽ നൽകുവാനാണ് തീരുമാനിച്ചത്? നീല നിറമുള്ള കവർ. നീല. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 ONV സാഹിത്യ പുരസ്കാരം പ്രഭാവർമ്മയ്ക്കാണ്. പ്രഭാവർമ്മ. 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ. 2025 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ജേതാക്കൾ മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. 2025 മെയ്യിൽ കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2025 മെയ്യിൽ കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് OM ശാലീനയാണ്. OM ശാലീന. ഒഡീഷയിലെ ഏത് സംരക്ഷിത പ്രദേശമാണ് ഇന്ത്യയിലെ 107ാമത് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്? സിംലിപാലാണ്. എത്രാമത്തേതാണ്? 107ാമത്തെ ദേശീയോദ്യാനം സിംലിപാൽ സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിൽ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിതയാണ് സഫീന ലത്തീഫ്. സഫീന ലത്തീഫ്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി. ഏറ്റവും കൂടുതൽ തവണ 31 പ്രാവശ്യം കാമി റീത്ത ശർപ്പയാണ്. കാമി റീത്ത ശർപ്പ. കാഴ്ച പരിമിതി നേരിടുന്നവരെ അക്ഷര ലോകത്ത് എത്തിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി. ദീപ്തി. പദ്ധതിയുടെ പേര് ദീപ്തി. കാഴ്ച പരിമിതി നേരിടുന്നവരെ അക്ഷര ലോകത്ത് എത്തിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്ഥാപനവുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ദീപ്തി. ലോകത്ത് ആദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം. 6G ഡിവൈസ് ജപ്പാനാണ്. ലോകത്ത് ആദ്യമായിട്ട് 6G ഡിവൈസ് പുറത്തിറക്കിയ രാജ്യം ജപ്പാൻ. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്കൂൾ അധ്യാപകർക്ക് ലൈംഗിക വിദ്യാഭ്യാസത്തിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് പ്രോജക്റ്റ് എക്സ്. പ്രോജക്റ്റ് എക്സ്. വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത്. വഖഫ് ഭേദഗതി നിയമം ഏപ്രിൽ 8, 2025. ഏപ്രിൽ 8, 2025. മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന SR-75 എന്ന റോക്കറ്റ് വിജയകരമായിട്ട് വിക്ഷേപിച്ച രാജ്യം. SR-75 മെഴുക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. വിജയകരമായിട്ട് വിക്ഷേപിച്ച രാജ്യം ജർമ്മനിയാണ്. ജർമ്മനി. ചാറ്റ് GPTക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോം. ചാറ്റ് GPTക്ക് ബദലായിട്ട് ഇലോൺ മസ്ക് അവതരിപ്പിച്ച പ്ലാറ്റ്ഫോമാണ് ഗ്രോക്ക്. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം സ്വീഡൻ. ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിലെത്തിയ ആദ്യത്തെ വ്യക്തി ക്രിസ് ബ്രൗൺ. ബ്രിട്ടൻകാരനായ ക്രിസ് ബ്രൗൺ. 2024 ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയ സംസ്ഥാനം. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. 2025 ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് മേഖലയിലെ പ്രമുഖ പരിശീലകനും ദ്രോണാചാര്യ അവാർഡ് ജേതാവുമായ വ്യക്തി സണ്ണി തോമസ്. ഷൂട്ടിംഗ് മേഖലയിലെ പ്രമുഖ പരിശീലകനും ദ്രോണാചാര്യ അവാർഡ് ജേതാവുമായ വ്യക്തി 2025 ഏപ്രിലിൽ അന്തരിച്ചു. സണ്ണി തോമസ്. കേരളത്തിലെ ഏത് സർവകലാശാലയ്ക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? കേരളത്തിലെ ഏത് സർവകലാശാലയ്ക്കാണ് ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? കുസാറ്റിനാണ്. കുസാറ്റ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ ഏതാണ്? മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ ആണ്. മുംബൈ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ. 2025 ഏപ്രിലിൽ ആമസോൺ വിക്ഷേപിച്ച ഉപഗ്രഹ ഇന്റർനെറ്റ് പ്രോജക്റ്റാണ് കൈപ്പർ. വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്ത് രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്?
2025 മെയ് 2-നാണ്. 2025 മെയ് 2 ഇന്ത്യയുടെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് ഹബ് തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. 1901 ശേഷം ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ വർഷം. 1901 ശേഷം ഇന്ത്യയിലെ ഏറ്റവും ചൂടേറിയ വർഷം 2024. 2024 രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത്. 2024 രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം നേടിയത് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല. ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് ലഭിച്ച ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരമാണ് ഹാർട്ട് ലാമ്പ്. ഇംഗ്ലീഷിലേക്ക് പരിവർത്തനം നടത്തിയത് ദീപ ബാസ്തിയാണ്. ദീപ ബാസ്തി. ഹാർട്ട് ലാമ്പ് ആരുടെ കൃതിയാണ്? ബാനു മുഷ്താഖ്. 13ാം ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രം ദി കുംബായ സ്റ്റോറിയാണ്. ദി കുംബായ സ്റ്റോറി. 13ാം ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം നേടിയ ഇന്ത്യൻ ചിത്രമാണ് ദി കുംബായ സ്റ്റോറി. 59ാമത് ജ്ഞാനപീഠ അവാർഡിന് അർഹനായ ഹിന്ദി എഴുത്തുകാരൻ വിനോദ് കുമാർ ശുക്ല. വിനോദ് കുമാർ ശുക്ല 59ാമത് ജ്ഞാനപീഠ അവാർഡിന് അർഹനായ ഹിന്ദി എഴുത്തുകാരൻ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ്. സാറ ജോസഫ്. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലം പുതിയ പാമ്പൻ പാലമാണ്. പാമ്പൻ പാലം. മേഘാലയയിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച പട്ട് ഇനം എവിടെയാണ്? മേഘാലയയിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച പട്ട് ഇനമാണ് റിൻഡിയ സിൽക്ക്. റിൻഡിയ സിൽക്ക്. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായ വ്യക്തി. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ PR ശ്രീജേഷാണ്. PR ശ്രീജേഷ്. രാജ്യത്ത് ആദ്യമായിട്ട് ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? രാജ്യത്ത് ആദ്യമായിട്ട് ATM സ്ഥാപിച്ച ട്രെയിൻ മുംബൈ മന്മഥ് പഞ്ചവടി എക്സ്പ്രസ് ആണ്. പഞ്ചവടി എക്സ്പ്രസ്. മുംബൈ മന്മഥ് പഞ്ചവടി എക്സ്പ്രസ്. 2025 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2025 റിപ്പബ്ലിക് ഓഫ് കൊറിയ അല്ലെങ്കിൽ സൗത്ത് കൊറിയയാണ്. 2024 ആതിഥേയത്വം വഹിച്ചത് സൗദി അറേബ്യയാണ്. അപ്പോൾ 2025 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് റിപ്പബ്ലിക് ഓഫ് കൊറിയ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലെ 69ാമത് അംഗം. 69ാമത് അംഗം ഇസ്രായേലാണ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലെ 69ാമത് അംഗം ഇസ്രായേൽ. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ്? ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനമാണ്. ഇരവികുളം ദേശീയോദ്യാനം. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യ ഏഷ്യക്കാരൻ അഭിലാഷ് ടോമിയാണ്. ഭയാനത് എന്ന പായ് വഞ്ചിയിലാണ് അദ്ദേഹം ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയത്. പായ് വഞ്ചിയുടെ പേര് ഭയാനത്. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാവ്. ഇന്ത്യൻ സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് ജേതാവ് പങ്കജ് അദ്വാനി. പങ്കജ് അദ്വാനി. രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഗ്യാനറ്റ്സ്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് സാഹിത്യ പുരസ്കാര ജേതാവ്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ 4ാമത് സാഹിത്യ പുരസ്കാര ജേതാവ് അംബിക സുധൻ മങ്ങാടാണ്. അംബിക സുധൻ മങ്ങാടിന്റെ നോവലായ അല്ലോഹലനാണ് പുരസ്കാരം നേടിയത്. അംബിക സുധൻ മങ്ങാട്. അല്ലോഹലൻ ആരുടെ നോവലാണ്? അംബിക സുധൻ മങ്ങാടിന്റെ നോവലാണ്. 2025 26ാമത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് 2025 26ാമത് ഗുമിയാണ്. ദക്ഷിണ കൊറിയയിലെ ഗുമി. 2025 മെയ്യിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അമൃത് സ്റ്റേഷനുകളിൽ കേരളത്തിൽ ഉൾപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകൾ. 2025 മെയ്യിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അമൃത് സ്റ്റേഷനുകളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളാണ് ചിറയൻകീഴ്, വടകര എന്നിവ. ചിറയൻകീഴ്, വടകര. 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുമുള്ള പദ്ധതി. 2025 ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുമുള്ള പദ്ധതിയാണ് ബന്ധു ക്ലിനിക്. പദ്ധതിയുടെ പേര് ബന്ധു ക്ലിനിക്.
സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് 2025 ജേതാവായത്. സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് 2025 ജേതാവായത് ആർ പ്രജ്ഞാനന്ദയാണ്. 2025 നടന്ന ഏഷ്യൻ അത്ലറ്റിക്സ് ഇന്ത്യക്ക് കിട്ടിയ മെഡലുകളുടെ എണ്ണം. 2025 നടന്ന ഏഷ്യൻ അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് കിട്ടിയ മെഡലുകളുടെ എണ്ണം 24. 2025 ജൂണിലെ കണക്ക് പ്രകാരമുള്ള പുതിയ റിപ്പോ നിരക്ക് എത്രയാണ്? 2025 ജൂണിലെ കണക്ക് പ്രകാരമുള്ള പുതിയ റിപ്പോ നിരക്ക് 5.5%. 5.5%. 2025 ജൂൺ 12 200-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ വിമാന ദുരന്തം നടന്നത് അഹമ്മദാബാദാണ്. ബോയിങ്ങിൻ്റെ 787-8 ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ബോയിങ്ങിൻ്റെ 787-8 ഡ്രീം ലൈനർ വിമാനം. ഇന്ത്യയിലെ 58ാമത് ടൈഗർ റിസർവ്. ഇന്ത്യയിലെ 58ാമത് ടൈഗർ റിസർവ് മാധവ് നാഷണൽ പാർക്കാണ്. മാധവ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം നീളം. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് വേദി. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് കാനഡ, മെക്സിക്കോ, USA എന്നീ 3 രാജ്യങ്ങളിലായിട്ടാണ്. കാനഡ, മെക്സിക്കോ, USA. കേരളത്തിലെ ദളിത് ചിന്തകനും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ KK കൊച്ചിൻ്റെ ആത്മകഥ. KK കൊച്ചിൻ്റെ ആത്മകഥയാണ് ദളിതൻ. ആത്മകഥയുടെ പേര് ദളിതൻ. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ്. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് അഗ്നിബാൺ. വംശനാശ ഭീഷണി നേരിടുന്ന പോളോ പോണി കുതിരകളെ സംരക്ഷിക്കാൻ 30 ഏക്കർ പുൽമേടുകൾ അനുവദിച്ച സംസ്ഥാനം മണിപ്പൂരാണ്. മണിപ്പൂർ. പോളോ മത്സരത്തിന് ഉപയോഗിക്കുന്ന കുതിരകളാണ് പോളോ പോണി കുതിരകൾ. ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് 2024 ജൂലൈ 1-നാണ്. 2024 ജൂലൈ 1. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. നമോ ഭാരത് റാപ്പിഡ് റെയിൽ. ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകി യാമിനി കൃഷ്ണമൂർത്തിയുടെ ആത്മകഥ എ പാഷൻ ഫോർ ഡാൻസ്. ആരുടെ ആത്മകഥയാണ്? യാമിനി കൃഷ്ണമൂർത്തി. 2 വർഷത്തിനകം കേരളത്തിൽ പുതിയ HIV ബാധിതർ ഇല്ലാതാക്കാൻ ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതി 1-0. അടുത്തിടെ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ഭാഷകൾ മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ്. മറാഠി, പാലി, പ്രാകൃത്, ബംഗാളി, ആസാമീസ്. ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറാണ്. സച്ചിൻ ടെണ്ടുൽക്കർ. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. UK പാർലമെന്റിലെ ഹൗസ് ഓഫ് കോമൺസിൽ ടീം റിച്ച് ഇന്ത്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിച്ച ഇന്ത്യൻ ചലച്ചിത്ര താരം ചിരഞ്ജീവി. ഇന്ത്യയിലെ ആദ്യത്തെ 60 ലാബ് ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ 60 ലാബ് ബംഗളൂരു. 2025 ഇന്ത്യയിൽ നടക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോ മത്സരത്തിന് നൽകിയിരിക്കുന്ന പേര് നീരജ് ചോപ്ര ക്ലാസിക് 2025. നീരജ് ചോപ്ര ക്ലാസിക് 2025. IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശിയാണ്. IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ് സൂര്യവംശി. ഇന്ത്യയിലെ ആദ്യ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ടത് മധ്യപ്രദേശിലാണ്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ക്ഷേമത്തിനും പദ്ധതികളുടെ നിർവഹണത്തിനുമായി കേരള സർക്കാർ നടത്തുന്ന സാമൂഹിക ശാക്തീകരണ സംരംഭമാണ് ഉന്നതി. സംരംഭത്തിൻ്റെ പേര് ഉന്നതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര. 2024 പാരീസ് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ. ഗെയിംസ് വൈഡ് ഓപ്പൺ. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി സേഫ് കേരളം. പദ്ധതിയുടെ പേര് സേഫ് കേരളം.
ആകാശത്തെ ഏറ്റവും തിളക്കമേറിയതും വലിപ്പമുള്ളതുമായ കരീന നെബുല നക്ഷത്രത്തിന്റെ ചിത്രം പകർത്തിയ ടെലസ്കോപ്പ്. ആകാശത്തെ ഏറ്റവും തിളക്കമേറിയതും വലിപ്പമുള്ളതുമായ കരീന നെബുല നക്ഷത്രത്തിന്റെ ചിത്രം പകർത്തിയ ടെലസ്കോപ്പ് ജെയിംസ് വെബ് ആണ്. ജെയിംസ് വെബ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്